ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ISL തുടങ്ങാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി 3 ഇപ്പം. 3 ഫെബ്രുവരി 4 ഇപ്പം. ഫെബ്രുവരി 4 അന്നേരം കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ISL തുടങ്ങാൻ. അന്നേരം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ നീല ബ്ലൂസ് എന്നറിയപ്പെടുന്ന ബംഗളൂരു FC തങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ലൈനപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ക്വാഡിലുള്ള ഒരു പ്ലേയേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ടൊരു ലൈനപ്പൊക്കെ ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. അന്നേരം അത്യാവശ്യം നല്ല മികച്ചൊരു ഒരു ആവറേജ് സ്ക്വാഡ് എന്ന് തന്നെ പറയാം. കാരണം മൊത്തം വിദേശ താരങ്ങളില്ല, ഇടയ്ക്ക് ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ വെച്ചാണ് കളിക്കുന്നത്. അന്നേരം എല്ലാം അതതിൻ്റേതായ രീതിയിൽ എല്ലാവരും എടുക്കുക ഉള്ള സ്ക്വാഡാണ്. അന്നേരം ഇന്ത്യൻ പ്ലെയർ കോച്ചായാലും രൺദീപ് സിംഗ് ആണ് അവരുടെ കോച്ച് വരുന്നത്. അന്നേരം വിദേശ കോച്ചായ സരഗോസ പോയി സ്പെയിനിലേക്ക് തിരിച്ചു മടങ്ങി. അന്നേരം ആ ഒരു പരിമിതിക്കകത്ത് രൺദീപ് സിംഗ് ഒരുക്കി ഇറക്കുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 4-4-3 ഫോർമേഷനാണ് നമ്മുടെ സ്പാനിഷ് കോച്ചായ എന്തുമായിരുന്നു സരഗോസ ഇത് തന്നെയാണ് ഫോളോ ചെയ്തത്. അന്നേരം ഈ താരവും ഈ കോച്ചും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ വരാം. ഗോൾ കീപ്പർ വരുമ്പോൾ നമ്മുടെ എല്ലാമായ ഗുർപ്രീത് സിംഗ് സന്ധുവാണ്. ബംഗളൂരു FC കരവലയത്തൊരു വല വിരിച്ച് കാക്കുന്ന പോലൊരു ഉറച്ചൊരു സാന്നിധ്യമാണ് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധു. എന്നും അയാളാണ് ടീമിൻ്റെ ഗാഡിയേറ്റർ എന്ന് പറയാം. പിന്നെ ഇടത്ത് വിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഷൻ സിംഗ്, നവോറം റോഷനാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കളിക്കുന്നത്. അതിന് ആ താരവും ഏറ്റവും മികച്ചൊരു ബംഗളൂരു FCൻ്റെ യങ്ങാണ് റോഷൻ സിംഗ്. ഏറ്റവും മികച്ചൊരു താരവും എമർജിങ് പ്ലെയറൊക്കെ എമർജിങ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. BFCക്ക് വേണ്ടി ഏറ്റവും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്നൊരു താരം തന്നെയാണ് റോഷൻ സിംഗ്, നവോറം റോഷൻ സിംഗ്. പിന്നെ സനയാണ് ഡിഫൻസിലേക്ക് വരുന്നത്. ചിംഗ്ലൻ സന ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം മികച്ചൊരു പ്രകടനം തന്നെയാണ് VFCയിൽ വന്ന് നമ്മുടെ ചിംഗ്ലൻ സിംഗ് സന കാഴ്ചവെച്ചിട്ടുള്ളത്. ആ ഒരു താരമാണ് അവരുടെ ബാക്ക് സൈഡിലേക്ക്. പിന്നെ സനയ്ക്കൊരു ഇതായിട്ട് രാഹുൽ ബേക്കെ വരുന്നുണ്ട്. മുംബൈക്ക് വേണ്ടിയും ഒക്കെ കളിച്ച ബംഗളൂരു FCയിലൊക്കെ അവരുടെ ചാമ്പ്യൻ സമയത്തൊക്കെ ബംഗളൂരു FCയിലൊക്കെ ഉണ്ടായിരുന്നൊരു കിടിലനൊരു സെൻറ്റർ ബാക്കാണ്. എല്ലാം നയിക്കാൻ കഴിയുന്നൊരു സെൻറ്റർ ബാക്കാണ് നമ്മുടെ രാഹുൽ ബേക്കെ. ആ ഒരു താരം അവരുടെ സെൻറ്റർ ബാക്കിലുണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടത്ത് വശം നോക്കുകയാണെങ്കിൽ LB ആയിട്ട് RB ആയിട്ട് നോക്കുകയാണെങ്കിൽ നിഖിൽ പൂജാരിയാണ്. നമ്മുടെ ഹൈദരാബാദിന് വേണ്ടി കളിച്ച താരമാണ് നിഖിൽ പൂജാരി. അവർ കപ്പടിച്ച സമയത്തൊക്കെ അവരോടൊക്കെ ഉണ്ടായിരുന്ന താരമാണ് നമ്മുടെ നിഖിൽ പൂജാരി. അന്നേരം ആ താരവും BFCക്ക് വേണ്ടി അടുത്ത സീസണിൽ ബൂട്ട് കിട്ടും. കാരണം ആ ഒരു റൈറ്റ് വിങ് റോള് കൈകാര്യം ചെയ്യുന്നത് നിഖിൽ പൂജാരിയാണ്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് സിംഗ് വാങ്ങിച്ചും അവരുടെ മിഡ്ഫീൽഡ് വരുന്നുണ്ട്. പിന്നെ അവരുടെ പുതിയ സ്ട്രൈക്കറായ പുതിയൊരു മിഡ്ഫീൽഡർ നൊഗുവരയ്ക്ക് പകരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അറ്റാക്കർ മിഡ്ഫീൽഡറാണ് അർജൻറ്റീനിയൻ താരം ബ്രയാൻ സാഞ്ചസ് എന്ന് പറയുന്ന ഈ താരം ഇനി നൊഗുവര അവരുടെ BFCയിൽ എങ്ങനെയാണോ നയിച്ചത്, അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ എങ്ങനെയാണോ കൺട്രോൾ ചെയ്തത്, അതുപോലെ ബോൾ നയിക്കാൻ വേണ്ടി ഈ ബ്രയാൻ സാഞ്ചസ് എന്ന് പറയുന്ന താരവും അവരുടെ കൂടെ ഉണ്ടാകും. പിന്നെ അടുത്തൊരു മിഡ്ഫീൽഡറായിട്ട് വരുന്നത് നമ്മുടെ കുസിയേവാണ്. നമ്മുടെ പെഡ്രോ കാപ്പോയ്ക്ക് പകരം അവരുടെ ടീമിൽ ജോയിൻ ചെയ്ത താരമാണ് കുസിയേവ് എന്ന് പറയുന്ന ഒരു താരം. ഈ താരവും അത്യാവശ്യം ഒരു DM റോളിൽ കളിക്കുന്ന പ്ലെയറാണ്. ആ താരവും BFCയിലേക്ക് അവരുടെ മിഡ്ഫീൽഡിലേക്ക് അരങ്ങേറിയിട്ടുണ്ട്. അതായത് ഈ 2 ഫോറിൻ പ്ലേയേഴ്സാണ് അവർക്ക് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, അന്നേരം അത്യാവശ്യം ആവറേജ് ഉള്ളൊരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പം ഞാൻ ഈ വായിച്ചൊരു സമയം വരെ ഉള്ളത്. അന്നേരം നമുക്ക് അറ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ലെഫ്റ്റ് വിങ് വരുന്നത് ഇവനാണ്, നമ്മുടെ ആഷിഖ് കുർണിയൻ. നമ്മുടെ മുംബൈ ATKക്ക് വേണ്ടിയും ഹൈദരാബാദിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഹൈദരാബാദിനല്ല, ATKക്ക് വേണ്ടിയും പിന്നെ വേറൊരു ടീമുണ്ട്, അത് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ BFCക്ക് വേണ്ടി കളിച്ചു. ഒഡീഷയ്ക്ക് വേണ്ടി ഏതോ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ആഷിഖ് കുർണിയൻ. അന്നേരം ഈ ആഷിഖ് കുർണിയനും അവരുടെ ലെഫ്റ്റ് വിങ്ങിൽ
ആക്രമണങ്ങൾക്ക് ചുക്കാനിടാൻ, അല്ലെങ്കിൽ കിട്ടുന്ന ബോളുകളെ എല്ലാം ക്രോസ് ചെയ്യാനും ഒക്കെ ഒരു വേഗതയുള്ളൊരു പ്ലെയറാണ് നമ്മുടെ ആഷിഖ് കുര്യൻ. ആ ഒരു താരത്തെ തങ്ങളുടെ പഴയ തട്ടകത്തിലേക്കാണ് BFC കൊണ്ടുവന്നത്. അന്നേരം ആ ഒരു CF റോളിലേക്ക് കളിക്കുന്നത് മറ്റാരുമല്ല, ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് എല്ലാമായ സുനിൽ ഛേത്രി തന്നെയാണ് അവരുടെ CF റോളിലേക്ക് അരങ്ങേറുന്നത്. അന്നേരം അദ്ദേഹത്തിന് പ്രായം തളർത്തി തുടങ്ങിയെന്ന് പലരും പറയും. പക്ഷേങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു തളർത്തലൊന്നും കണക്കാക്കാതെ ഒരു ഇപ്പോഴും ഒരു മിഷനായിട്ട് തന്നെയാണ് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം ഒരു അസാമാന്യ പ്ലെയറാണ്. ആ ഒരു താരവും BFCയുടെ മിഡ് സ്ട്രൈക്കിംഗ് റോളിലേക്ക് മതി, ആ ഒരു താരം മതി. കാരണം കിട്ടുന്ന ഒരു ബോളുകളെല്ലാം ഗോളാക്കാൻ ഇത്രയും കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഇന്ത്യൻ താരം അദ്ദേഹം മാത്രമാണ് ടീമിൽ സ്ട്രൈക്കറായിട്ടുണ്ട്. പിന്നെ റൈറ്റ് വിങ് നോക്കുകയാണെങ്കിൽ റയാൻ വില്യംസ് എന്ന് തന്നെ പറയാം. കാരണം ഒരു ഓസ്ട്രേലിയൻ താരമായി വന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ താരമായി മാറിയ റയാൻ വില്യംസ് അവരുടെ റൈറ്റ് വിങ് ഭരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം എല്ലാമായിരുന്നു വന്ന സീസൺ മുതൽ കഴിഞ്ഞ സീസൺ വരെ BFCയുടെ എല്ലാമായി അവിടെ ഭരിച്ച ഒരു താരമാണ് റയാൻ വില്യംസ്. ആ ഒരു താരം അവിടെ റൈറ്റ് വിങ്ങിൽ ഇനി അടുത്ത സീസണിലും ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാൻ അവിടെ ടീമുകളുണ്ടെന്നും നമ്മൾ അറിയുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. BFCയുടെ ഒരു പോസിബിൾ സ്ക്വാഡെന്ന് പറയുന്നത് ഇത്രയാണ്. നിങ്ങളെല്ലാം കണ്ട പോലെ. ഓക്കെ, അന്നേരം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.